ഉമ്മൻചാണ്ടി UDF ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്ന് നേതൃയോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. UDF സർക്കാരിനെതിരായ ആരോപണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് പരാജയത്തിന് കാരണമായെന്നാണ് UDFന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി UDF ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്ന പൊതുവികാരമാണ് UDF നേതൃയോഗത്തിൽ ഉയർന്നത്. എന്നാൽ ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയ ഉമ്മൻചാണ്ടി മറ്റ് സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടെന്ന നിലപാടിലാണ്. എന്നാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് ഉമ്മൻചാണ്ടി വഴങ്ങും. മുൻ മുഖ്യമന്ത്രിയും സീനിയർ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി UDFന്റെ ചെയർമാനായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഖണ്ഡിതമായ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് പരാജയം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കും. തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിന് CPM-ഉം BJP-യും ശ്രമിച്ചത് തിരിച്ചടിയായെന്നാണ് UDFന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങൾക്കും ഫലപ്രദമായ നിലയിൽ ചെറുക്കാൻ കഴിയാതെ പോയത് ഒരു കാരണമാണ്. കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ BJP-യും CPM-ഉം ഒരുപോലെ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തൽ. UDF നിയോജക മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. BJP നേരിടാൻ UDFന്റെ മതേതര നിലപാടുകൾ ശക്തിപ്പെടുത്തണമെന്നും അഭിപ്രായമുയർന്നു. UDFലെ കക്ഷികൾ ജാതിമത സംഘടനകളുടെ വിലപേശലിന് വിധേയരാകരുതെന്ന് UDF യോഗം ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. മണ്ഡലാടിസ്ഥാനത്തിലുള്ള അവലോകനത്തിന് ശേഷം ജൂലൈ ആദ്യവാരം UDF യോഗം വീണ്ടും ചേരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.